കൊച്ചു പിള്ളേരുമായിട്ടൊരു കമ്പനി നാണമില്ലല്ലോ. അച്ചായന്റെ ബലത്തിൽ അവന്മാര് കിടന്ന് കളിക്കുന്നത്. പള്ളിയിൽ ഓരോരുത്തർ പറയുന്നത് കേൾക്കണം. ഇവന്മാര് കാരണം പെമ്പിള്ളേർക്ക് കോളേജിൽ പോകാൻ വയ്യാതിരിക്കുക. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി അച്ചായന്റെ ഇഷ്ടം. എന്തുവാടാ ഹോസ്റ്റലിൽ പ്രശ്നം? കുട്ടപ്പായി ഇതിൽ ഇടപെടരുത്. ഞാനിത് കോളേജ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ പറയരുത് അച്ചോ. ഓ, നമ്മളൊക്കെ മുടിവെട്ടുന്നത് എവിടെയാ? ബാർബർ ഷാപ്പില്. ഇവന്റെ ഒക്കെ മുടിവെട്ടുന്നത് എവിടെയാണെന്ന് അറിയോ? പോലീസ് സ്റ്റേഷനിൽ. എന്റെ മാത്രമല്ല അച്ചോ, എന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിന്റെയും വെട്ടി. കേട്ടല്ലോ. ഓടോ, ഈ പ്രാവശ്യത്തെ കൂടെ അച്ഛനൊന്ന് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി. ആഭാസ ചിത്ര പ്രദർശനം, വേശ്യാസംസർഗം, മുച്ചിട്ടുകളി, പന്നിമലത്ത് ഇതൊന്നും ഇവിടെ പറ്റില്ല. ഒരു അൽമായനായ വാർഡനായിരുന്നുവെങ്കിൽ കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കായിരുന്നു. ഞാനൊരു പുരോഹിതനാണ്. എനിക്ക് ചില കടമകളും ചില വീക്ക്നെസ്സുകളും ഉണ്ട്. ഇല്ല, ഉണ്ട്. ഉണ്ടേ, ഇങ്ങനത്തെ ഒക്കെ ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്. എന്തിനാ ഞാനാണോ പറയണേ? ഒറിജിനല. ചില കുപ്പിയിൽ അവന്മാര് സിറിഞ്ച് വെച്ച് ചില പണികൾ ഒപ്പിക്കും. ഇത് സംഗതി ഒറിജിനല. അച്ചടക്കം അതായിരിക്കണം ഈ ഹോസ്റ്റലിന്റെ മുഖമുദ്ര. Behave very decently and properly in and outside the hostel. Okay? Okay, father. Okay? Okay, father. Okay. Okay, okay, okay. പക്ഷെ സാധനം ഒറിജിനല്ല, കുത്തില്ല. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ചായു. നിന്നെ കൊണ്ടൊക്കെ തോറ്റല്ലോടെ. എത്ര പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങുന്നു. ഇതിനൊക്കെ ഒരു ഒളിയും മറവൊക്കെ വേണ്ടേ? പിന്നെ നാളെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. നിന്നെ ഒക്കെ ഞാൻ പ്രയോജനപ്പെടുത്താൻ പോവാ. എന്താ സംഭവം? അതൊക്കെ നാളെ പറയാം. വെറുതെ സസ്പെൻസ് ഉണ്ടാക്കാതെ ഒന്നുമില്ലടാ, നിങ്ങളുടെ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ വക ഒരു ശ്രമദാനം വേണം. അതിന് ഞങ്ങളൊന്നും അതിന് മെമ്പർ അല്ലല്ലോ അച്ഛാ. അവിടെ ഒന്നില്ല. വാ വാ. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. നമ്മൾ പലപ്പോഴും പുച്ഛിച്ചു തള്ളുന്ന ഈ യുവതലമുറ ഇന്നിവിടെ നാട്ടുകാർക്ക് മുഴുവൻ മാതൃകയായി തീർന്നിരിക്കുകയാണ്. ആത്മാർത്ഥ സേവനത്തിന്റെയും കർമ്മോത്സുകതയുടെയും പര്യായമായ ഈ വിദ്യാർത്ഥികൾ ഇന്നിവിടെ വെട്ടാൻ പോകുന്ന ഈ വഴിയുടെ പ്രത്യേകത ഒരുപക്ഷെ ഇന്ന് നമുക്ക് ആർക്കും മനസ്സിലായെന്ന് വരില്ല. ഒരുപക്ഷെ ഇന്ന് കുറച്ച് മരങ്ങൾ ചിലക്ക് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നാളെ ഈ വഴി കൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രയോജനം കാലത്തിന് മാത്രമേ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ. ഈ ശ്രമദാനത്തിന്റെ പ്രത്യേകത അംഗങ്ങളല്ലാത്തവർ പോലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ദേവമാതാ കോളേജിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ രാജു, അലക്സ്, പാലുണ്ണി, അനിൽ എന്നിവരെ അനുമോദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ ശ്രമദാന മഹോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. എവിടെ? അതങ്ങെടുത്തോ. എല്ലാവരും ആഞ്ഞ് പണിതുകൊണ്ടിരിക്കുക. ഇപ്പൊ മരം വെട്ടിയാൽ ആരും അറിയത്തില്ല.
മുതലാളി, കോളേജ് പിള്ളേര് വഴിവെട്ടിന് ഇറങ്ങിയിരിക്കുക. നമ്മുടെ എസ്റ്റേറ്റിന്റെ സൈഡിൽ കൂടി ആ കുട്ടപ്പായി ഉദ്ഘാടനം ചെയ്തേ. ഇവനെന്താ വട്ടാണോ? മറ്റു വേറെ ഒരു പണിയില്ലാത്തതുപോലെ വഴിവെട്ട്. എന്നാലേ തന്റെ റബ്ബർ മരം ഞാൻ വെട്ടും. നമ്മുടെ ആൾക്കാരെല്ലാം വിളിച്ചോ. ശരി മുതലാളി. നീ ചെയ്തത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ചുകൂടെ നോക്കിയും കണ്ടുമൊക്കെ വേണ്ടിയിരുന്നു. കണ്ടോ കണ്ടോ, അപ്പം മോന് കൊണവുദ്യാരം പറഞ്ഞു കൊടുക്കണുണ്ടോ? പോക്കിരിത്തരം കാണിച്ചു വന്നിട്ട്. അച്ചാമ്മ, നീ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. വാരവാ വിറ്റാണെന്ന് ഞാൻ നോക്കത്തില്ല. മേടിക്കാനേ കൊറേ ദണ്ണുണ്ട്. അമ്മച്ചിക്കൊന്നും ഉണ്ടായിരുന്നൂടെ? നീ പോടെ താന്തോന്നിച്ചക്ക. അത് പിന്നെ വിവരക്കേട് കാണിക്കുന്നതിന് ഒരു അതിരൊക്കെ ഇല്ലേ? ഇനിയിപ്പൊ എന്താ ഉണ്ടാവാന്ന് ആർക്കറിയാം? കുട്ടപ്പായിച്ചാൻ ശ്രമദാനം നടത്തണമെന്ന് പറഞ്ഞപ്പോ അന്യരുടെ പുരയിടത്തിൽ അതിക്രമിച്ച് കയറി മരം മുറിക്കുക, എന്നിട്ട് അതിനെ ശ്രമദാനം എന്ന് പറയുക, അതും ഒരു നാട്ടുപ്രമാണയുടെ എസ്റ്റേറ്റിൽ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞാ മതി. എന്ത് ചെയ്യാൻ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരിപ്പോ കൊടയും കുരിശുമായിട്ട് ഇവിടെ എത്തും. അടിവല്ലം കിട്ടൂ. ഉം. വേണ്ട. രണ്ടാം ലോകമായത്തെ കാലത്ത് പോലും ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഒറിജിനല്ല കുത്തിനുണ്ട് കർത്താവേ. ഇത് വലിയ പ്രശ്നമാവോളിയാ. അടിയെങ്കി അടി, കുത്തെങ്കി കുത്ത്. സമാധാനമായിട്ട് പോകുന്നതാ നല്ലത്. ഏയ് പണിക്കരല്ലേടാ, തന്ത വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. അതെയോ പണിക്കരുടെ വണ്ടിയല്ലേ? ഓടിക്കോ, ഓടിക്കോ. അയ്യോ, വിഷയം. നാളെ പിടിച്ചിറക്കാൻ എല്ലാത്തിന്റെ മുട്ട് തല്ലി ഓടിക്കാൻ. എന്തായത്? എന്തായത്? ആരാ കർത്താവേ? ഞാൻ അരമനയിൽ വിളിച്ചു. എവിടെ വേണം പോലീസിന് കേസ്? എന്താ അധികാരമാണ് നിങ്ങൾ ഈ കാണിക്കണേ? ഏതാടാ രാജുവിന്റെ കൂട്ടരുടെ മുറി? അയ്യോ, നിങ്ങൾ എന്താ ഈ ചെയ്യണേ? എന്നെ തള്ളല്ലേ? ഞാനൊരു വൈദികനല്ലേ ചേട്ടാ? അയ്യോ എന്റെ പൂജ. അയ്യോ, എന്റെ അമ്മച്ചി കൊടുത്ത ചച്ചാറുപ്പിയാ. എന്റെ പെട്ടി പോയ പോക്ക് കണ്ടു. എനിക്ക് അവളുമാരെഴുതിയ എഴുത്തെല്ലാം അമ്മമാരെടുത്ത് വലിച്ചേറി കളഞ്ഞളിയാ. അയ്യോ, എന്റെ ബുക്കെല്ലാം വലിച്ചു. അയ്യോ, എന്നിട്ട് ഞങ്ങളുടെ റൂമുകളെല്ലാം തല്ലി പൊളിച്ചു. അവന്മാർ അത്രയ്ക്കായോ? ഞാനിപ്പോ വരാം. ഇതിന്റെ ഒരു കുറവും കൂടി ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. വെട്ടും കുത്തും. ഉപദേശമൊന്നും ചോദിച്ചില്ലല്ലോ. വാടാ. ഇനി മുന്നും പിന്നൊന്നും നോക്കാനില്ല. ഇല്ലിക്ക തറവാട്ടോരോട് കളിക്കാൻ പണിക്കർ വളർന്നിട്ടില്ല. ആണുങ്ങളാരും ഇല്ലടാകത്ത്. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ വിളിക്കാതെ ആരും പുറത്തേക്ക് വരണ്ട.